നമസ്കാരം. ഭാരതീയ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയായ ഗുജറാത്തിൽ ഒരിക്കൽ കൂടി ബി.ജെ.പി. തരംഗം ആഞ്ഞടിക്കുന്നു. 2026 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെയും കരുത്തുറ്റ നേതൃത്വത്തിൽ ബി.ജെ.പി. ചരിത്ര വിജയമാണ് കൊയ്തിരിക്കുന്നത്. സംസ്ഥാനത്തെ 15 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും എതിരാളികളെ അപ്രസക്തരാക്കി ബി.ജെ.പി. ഭരണം പിടിച്ചെടുത്തു. വികസനത്തിന്റെ പുതിയ ചരിത്രം രചിച്ചുകൊണ്ട് ഗോദ്രയിലെ മുസ്ലിം ഭൂരിപക്ഷ വാർഡിൽ പോലും ബി.ജെ.പി. അനുകൂല സ്ഥാനാർത്ഥി നേടിയ വിജയം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൃത്യമായ സൂചനയാണ്. ഗോദ്രയിലെ 7-ാം നമ്പർ വാർഡ് 100% മുസ്ലിം വോട്ടർമാരുള്ള ഈ മണ്ഡലം കാലങ്ങളായി ബി.ജെ.പി. വിരുദ്ധ പാർട്ടികളുടെ ഉരുക്കുകോട്ട എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ എല്ലാ പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ട് സ്വതന്ത്ര ഹിന്ദു സ്ഥാനാർത്ഥിയായ അപേക്ഷാബെൻ നൈനേഷ് ഭായ് സോനി ഇവിടെ വിജയിച്ചു എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ എക്കാലത്തെയും വലിയ മാറ്റത്തിന്റെ പ്രതീകമാണ്. ജാതിയും മതവും പറഞ്ഞ് വോട്ട് പിടിക്കുന്ന കാലം കഴിഞ്ഞുവെന്നും വികസനം ചെയ്യുന്നവർക്കൊപ്പം ജനങ്ങൾ നിൽക്കുമെന്നും ഈ വിധി പ്രഖ്യാപിക്കുന്നു. വാർഡിലെ ഒരു വോട്ടർ പോലും അല്ലാത്ത അപേക്ഷാബെൻ അവിടുത്തെ മുസ്ലിം സഹോദരങ്ങളുടെ വിശ്വാസം നേടിയെടുത്തത് ബി.ജെ.പി. സർക്കാരുകൾ നടപ്പിലാക്കുന്ന വിവേചനമല്ലാത്ത വികസന പദ്ധതികളുടെ പിൻബലത്തിലാണ്. സബ്കാ സാത്ത് സബ്കാ വികാസ്, ഏവർക്കുമൊപ്പം ഏവരുടെയും വികസനത്തിനായി എന്ന മോദി മന്ത്രം ഗോദയിലെ തെരുവുകളിൽ പോലും അലയടിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ വിജയം. ഗുജറാത്തിലെ പ്രധാന നഗരങ്ങളിലെല്ലാം ബി.ജെ.പി. വൻ മുന്നേറ്റമാണ് നടത്തിയത്. കോൺഗ്രസ് അഡ്രസ് ഇല്ലാത്ത അവസ്ഥയിലേക്കും ആം ആദ്മി പാർട്ടി വെറും കടലാസ് പാർട്ടിയായി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോർപ്പറേഷനായ അഹമ്മദാബാദിൽ 192 സീറ്റുകളിൽ 160 ബി.ജെ.പി. കൈക്കലാക്കി. കഴിഞ്ഞ തവണ ചില സീറ്റുകൾ നേടിയ IMIM ഇത്തവണ സംഭൂജിതരായി. കോൺഗ്രസ് വെറും 32 സീറ്റുകളിലേക്ക് ഒതുങ്ങി. ഗുജറാത്തിൽ കാലുറപ്പിക്കാൻ ശ്രമിച്ച ആം ആദ്മി പാർട്ടിക്ക് സൂറത്ത് നൽകിയത് വൻ പ്രഹരമാണ്. കഴിഞ്ഞ തവണ 27 സീറ്റുകൾ നേടിയ AAP ഇത്തവണ 4 സീറ്റിലേക്ക് കൂപ്പുകുത്തി. 120 സീറ്റുകളിൽ 115 നേടിയ ബി.ജെ.പി. സൂറത്തിനെ ബി.ജെ.പിയുടെ അജയ്യ കോട്ടയാക്കി മാറ്റി. മോർബി, പോർബന്ദർ എന്നീ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ മുഴുവൻ സീറ്റുകളിലും 52-ൽ 52 ബി.ജെ.പി. തൂത്തുവാരി. ഒരു സീറ്റ് പോലും പ്രതിപക്ഷത്തിന് നൽകാത്ത ഈ വൻ വിജയം ജനങ്ങൾക്ക് ബി.ജെ.പിയിലുള്ള അടിയുറച്ച വിശ്വാസത്തെയാണ് കാട്ടുന്നത്. നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിലും ബി.ജെ.പി. ആധിപത്യം ഉറപ്പിച്ചു. 34 ജില്ലാ പഞ്ചായത്തുകളിൽ 33 ബി.ജെ.പി. ഭരിക്കും. 260 താലൂക്ക് പഞ്ചായത്തുകളിൽ 253-ലും ബി.ജെ.പി. തന്നെയാണ് അധികാരത്തിൽ. ഇതോടെ ഗുജറാത്തിന്റെ മുക്കിലും മൂലയിലും കാവിപ്പതാക പാറുകയാണ്. വിജയത്തിന്റെ പ്രധാന കണക്കുകൾ ഒറ്റനോട്ടത്തിൽ നോക്കാം. മുനിസിപ്പാലിറ്റികൾ 88-ൽ 78 ബി.ജെ.പി. വാർഡുകൾ 2030-ൽ 1791 സീറ്റുകളിലും ബി.ജെ.പി. വിജയിച്ചു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഗുജറാത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ബി.ജെ.പി. സർക്കാർ കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ ഇതിന് തെളിവാണ്. അഹമ്മദാബാദ് മെട്രോയുടെ 2ാം ഘട്ടം പൂർത്തിയായതും സൂറത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മെട്രോ സേവനങ്ങൾക്കായി 24 ട്രെയിനുകൾ ഓർഡർ ചെയ്തതും നഗരജീവിതം എത്രത്തോളം ആധുനികമാക്കാൻ സർക്കാർ പരിശ്രമിക്കുന്നു എന്നതിന്റെ ഉദാഹരണങ്ങളാണ്. രാജ്കോട്ടിലെ ഹിരാസറിൽ 1405 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഗ്രീൻഫീൽഡ് വിമാനത്താവളം സൗരാഷ്ട്ര മേഖലയുടെ സാമ്പത്തിക വാണിജ്യ പുരോഗതിക്ക് വൻ കുതിപ്പാണ് നൽകുന്നത്. മാത്രമല്ല അമൃത് 2.0 പദ്ധതിയുടെ 80,000-ലധികം വീടുകളിൽ കുടിവെള്ളം എത്തിച്ചതും PM ആവാസ് യോജനയിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വന്തമായി അടച്ചുറപ്പുള്ള വീട് നൽകിയതും സാധാരണക്കാരന്റെ ജീവിതത്തെ ബി.ജെ.പിയോട് ചേർത്ത് നിർത്തുന്നു. ഹീൽ ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി നിക്കോളിൽ നിർമ്മിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ 43ഓളം രോഗനിർണയ പരിശോധനകൾ തികച്ചും സൗജന്യമായാണ് നൽകുന്നത്. വികസനം എന്നത് വൻകിട പദ്ധതികളിൽ മാത്രം ഒതുങ്ങാതെ ഓരോ വീടുകളിലും എത്തുന്നു എന്ന് ഉറപ്പാക്കുന്ന ബി.ജെ.പിയുടെ ഈ ഒരു ഭരണശൈലിയാണ് പ്രതിപക്ഷത്തിന്റെ എല്ലാ കുതന്ത്രങ്ങളെയും തകർത്ത് മുന്നേറാൻ പാർട്ടിയെ സഹായിക്കുന്നത്. ഈ ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ കരുത്തിൽ ഗുജറാത്ത് ഇന്ന് ലോകത്തിലെ തന്നെ മുൻനിര വ്യവസായ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ബി.ജെ.പിയുടെ വിജയ രഹസ്യം അതിന്റെ അജയ്യമായ സംഘടനാ സംവിധാനമാണ്. 15 ലക്ഷത്തിലധികം പ്രമുഖരാണ് ഗുജറാത്തിലുടനീളം ഓരോ വോട്ടർമാരുടെയും ആവശ്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും സർക്കാരിന്റെ പദ്ധതികൾ അവരിലേക്ക് എത്തിക്കാനും രാപ്പകൽ പ്രവർത്തിക്കുന്നത്. മറ്റ് പാർട്ടികൾ വെറും സോഷ്യൽ മീഡിയയിലും TV ചാനലുകളിലും മാത്രം ഒതുങ്ങുമ്പോൾ ബി.ജെ.പി. പ്രവർത്തകർ ഓരോ വീടിന്റെ ഉമ്മറപ്പടിയിൽ സേവനവുമായി എത്തും. ദേശീയതയും വികസനവും ഒരുപോലെ ഉയർത്തിപ്പിടിക്കുന്ന ഈ പ്രവർത്തകർ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ തിരിച്ചറിയുന്നതിൽ വിജയിച്ചു. ഗോദ്രയിലെ വാർഡുകളിൽ പോലും മുസ്ലിം വോട്ടർമാർ ബി.ജെ.പി. അനുകൂല നിലപാട് സ്വീകരിച്ചത് ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനും ഓരോ വോട്ടറെയും പോളിംഗ് ബൂത്തിലെത്തിക്കുന്നതിനും ബി.ജെ.പി. കാട്ടുന്ന ആസൂത്രണം മറ്റു പാർട്ടികൾക്ക് എന്നും ഒരു പാഠപുസ്തകമാണ്. പേജ് കമ്മിറ്റി മുതൽ സംസ്ഥാന നേതൃത്വം വരെ ഓരോ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ഐക്യമാണ് ബി.ജെ.പി. ഓരോ തെരഞ്ഞെടുപ്പിലും കൂടുതൽ കരുത്തരാക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എപ്പോഴും കൂടെയുള്ളത് ബി.ജെ.പി. മാത്രമാണെന്ന ചിന്ത ജനങ്ങളിൽ ഉറപ്പിക്കാൻ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് സാധിച്ചു. ന്യൂനപക്ഷങ്ങളെ വെറും വോട്ട് ബാങ്കായി മാത്രം കണ്ടിരുന്ന പ്രതിപക്ഷ കക്ഷികൾക്ക് ഗോദ്ര മോഡൽ വലിയൊരു തിരിച്ചറിവാണ് നൽകിയത്. പ്രധാനമന്ത്രിയുടെ 15 പരിപാടികളുടെ
ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം, സ്കോളർഷിപ്പുകൾ, മദ്രസകളുടെ ആധുനികവൽക്കരണം എന്നിവ ഉറപ്പാക്കാൻ BJP സർക്കാരിന് സാധിച്ചു. ഗോദ്രയിലെ മുസ്ലിം വോട്ടർമാർ അപേക്ഷാബെന്നിനെ തിരഞ്ഞെടുത്തത് മതപരമായ ചിന്തകൾക്ക് മുകളിൽ വികസനം വിജയിച്ചു എന്നതിന്റെ തെളിവാണ്. ഗുജറാത്ത് മൈനോറിറ്റി ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി നടപ്പിലാക്കിയ സാമ്പത്തിക സഹായ പദ്ധതികൾ ആയിരക്കണക്കിന് ന്യൂനപക്ഷ യുവാക്കളെ സ്വന്തം തൊഴിൽ കണ്ടെത്താൻ സഹായിച്ചു. പ്രീണന രാഷ്ട്രീയത്തിന് പകരം തുല്യനീതിയും അവസരങ്ങളും നൽകുന്ന മോദി സർക്കാരിന്റെ നയം ഗുജറാത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ മാറ്റമുണ്ടാക്കി. സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിലൂടെയും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നവരുടെ മുഖംമൂടി അഴിച്ചുമാറ്റുന്നതിലൂടെയും BJP ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. മുസ്ലിം സഹോദരങ്ങൾ BJPയെ നെഞ്ചേറ്റുന്നത് തങ്ങളുടെ ഭാവി BJPയിൽ സുരക്ഷിതമാണെന്ന ഉറപ്പുള്ളതുകൊണ്ടാണ്. രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന ഈ രാഷ്ട്രീയ മുന്നേറ്റം വരും വർഷങ്ങളിൽ ഭാരതത്തെ വികസിത രാജ്യങ്ങളുടെ നിരയിൽ ഒന്നാമതെത്തിക്കുമെന്നതിൽ സംശയമില്ല. ഈ ഫലത്തോടെ കോൺഗ്രസിന്റെ നില അതീവ ദയനീയമായിരിക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് ബദലായി ഒരു പാർട്ടിയുമില്ലെന്ന് ഈ നഗര ഗ്രാമ തെരഞ്ഞെടുപ്പുകൾ തെളിയിക്കുന്നു. ജനങ്ങളെ വെറും വോട്ട് ബാങ്കുകളായി കണ്ടിരുന്ന പാർട്ടികൾക്ക് ഭാരതത്തിലെ പുതിയ വോട്ടർമാർ നൽകിയ താക്കീതാണിത്. ഗോദ്രയിലെ ഒരു വാർഡിൽ തുടങ്ങിയ ഈ മാറ്റം രാജ്യം മുഴുവൻ പടരുകയാണ്. ഹിന്ദുവും മുസ്ലിമും ഒരുപോലെ BJPയുടെ വികസന രാഷ്ട്രീയത്തെ സ്വീകരിക്കുന്നു എന്നത് ഭാരതത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള വലിയ പ്രത്യാശയാണ് നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം വികസിത രാഷ്ട്രമായി മാറുന്നതിന്റെ വേഗത ഗുജറാത്ത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2029 പൊതു തെരഞ്ഞെടുപ്പിലും കാവി തരംഗം രാജ്യത്തെ ഒന്നിപ്പിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം കേവലം ഒരു രാഷ്ട്രീയ വിജയമല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയം സേവനത്തിന് വേണ്ടി എന്ന നയത്തിനുള്ള ജനങ്ങളുടെ ഒരു അംഗീകാരമാണ്. ഗോദ്രയിലെ ആ ഇടുങ്ങിയ തെരുവുകളിൽ നിന്നും ഉയർന്നു കേട്ട ആ വിജയനാദം പ്രതിപക്ഷത്തിന്റെ കോട്ടകളെ തകർക്കുന്ന ധ്വനിയാണ്. ഹിന്ദുവും മുസ്ലിമും ഒരേപോലെ BJPയുടെ വികസന മോഡൽ വിശ്വാസം അർപ്പിക്കുന്നു എന്നത് നവഭാരതത്തിന്റെ ഉദയമാണ് സൂചിപ്പിക്കുന്നത്. പ്രീണന രാഷ്ട്രീയത്തിന്റെയും വിഭജന തന്ത്രങ്ങളുടെയും കാലം അവസാനിപ്പിച്ചുവെന്നും ഇനി ഭാരത മണ്ണിൽ വികസനത്തിന്റെ താമരകൾ മാത്രമേ വിരിയൂ എന്നും ഗുജറാത്ത് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. നരേന്ദ്രമോദി എന്ന ലോകനായകന്റെ പിന്നിൽ അചഞ്ചലമായി അണിനിരക്കുന്ന ഒരു ജനതയുള്ളിടത്തോളം കാലം BJPയുടെ വിജയരഥത്തെ തടയാൻ ആർക്കും കഴിയില്ല. വരും വർഷങ്ങളിൽ ഭാരതം ലോകത്തിന്റെ നെറുകയിലെത്തുമ്പോൾ ആ ചരിത്രത്തിന്റെ മുൻപേജിൽ ഗുജറാത്തിന്റെ ഈ ഐതിഹാസിക വിജയം സ്വർണ്ണലിപികളാൽ രേഖപ്പെടുത്തും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.